Doctor, how is she? There are 3 stitches. Luckily, vein ain't cut agilla. Her midterm exams are going on. Nothing to worry. She can go home. Thank you, doctor. നാട്ടിലെവിടെയാ? കോതമംഗലം. ആ, നമ്മളടുത്താണല്ലോ. ഞാൻ അടിമാലിയാ. പേടിക്കാവൊന്നുമില്ല. അതിന് അടിമാലിക്കാരെന്തിനെ പേടിക്കുന്നേ? ഒന്നും മിണ്ടാണ്ടിരിക്കടോ. ഇത് എന്ത് പറ്റിയതാ? ഗ്ലാസ് പൊട്ടിയതാ. അതല്ല, തലയില്. ഓ വയറുപൊടിയാ. ഈ മുടി കൊഴിച്ചിലിനൊക്കെ പ്രോട്ടീനാ. പയറുപൊടി തേച്ച മുടി കൊഴിച്ചിൽ മാറുന്ന ആരാ പറഞ്ഞേ? ഇയാളാ. അനുഭവം ഉണ്ട്. ആ പിന്നെ മുറിവ് കൃത്യം റിസ്റ്റിലായതുകൊണ്ട് ചോദിക്കുക. വല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് ആണോ? അതൊന്നുമല്ല. ശരി, നെക്സ്റ്റ് വീക്ക് സ്റ്റിച്ച് വെട്ടാം. ആ, കൈ നനയാതെ നോക്കണേ. വാ പോവാ മോളെ. ശരിക്കും മുടി വളരൂടാ. അത് നിന്റെ അപ്പനെ ഞാൻ മേടിച്ചു. സൂയിസൈഡാ. ഇപ്പോഴത്തെ പിള്ളേര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഛോ, ഈ മെന്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഒറ്റ ഒരെണ്ണത്തിനില്ല. അത് ഇന്നലെ ഞാൻ നിന്റെ മുഖത്ത് കണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ്. ആ കേസ് വിട്. ഇന്നലെ തുടങ്ങിയ വിടാനോ? മണികളഞ്ഞു വന്നേ. എന്റെ മാനിഞ്ഞു വന്നേ. ചേച്ചിയുടെ മേലിൽ എപ്പോഴും ഒരു കണ്ണു വേണം കേട്ടോ. അത് ചേച്ചി വഴിതെറ്റി പോന്നുണ്ടോന്ന് അറിയാനാ. പറഞ്ഞുകൂടെ. അതെ, നമ്മൾ എന്നും പോകുന്ന വഴിയില്ലേ, ആ വഴിയിൽ നിന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ മനസ്സിലാക്കാൻ വഴി തെറ്റിന്ന്. മാൻബാ പറഞ്ഞതെല്ലാം വായിച്ചേരാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ല, നീ അങ്ങോട്ടാ? കോളേജിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോണം. കൃത്യം 10:30 അവിടെ എത്തണേ. കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠ പഠിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ വണ്ടി എടുക്കുവോ? എനിക്ക് കൃത്യം 9:30 മണിക്ക് ഓഫീസിൽ എത്തേണ്ടതാ. ലിഫ്റ്റ് വേണോന്ന് ചോദിക്കായിരുന്നു. നടന്നു പൊക്കോളും, ചെറുപ്പമല്ലേ. എന്നാ താഴെ ഇറങ്ങും, എന്നിട്ട് അവളെ കേട്ട്. അല്ല, ആ കുട്ടി ചെറുപ്പല്ലേ, നടന്നു പൊക്കോളും. വണ്ടി എടുക്ക്. നിന്റെ ഓഫീസിന്റെ അവിടെ എന്നെ വിട്ടേക്ക്. എനിക്ക് അവിടെ ഒരു പ്രോപ്പർട്ടി നോക്കാനാ. പറഞ്ഞ പോലെ അങ്കിളുടെ കാർ എവിടെ? ഒന്നും പറയണ്ട ഫിലിപ്പേ. ഞാൻ എന്റെ കാർ എടുത്തിട്ടുള്ള ആ മുനിസാമി, അവനിപ്പം ദുബായിലല്ലേ? കയ്യിൽ 10 ചിക്കിലിയായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയായാലും വേണ്ടില്ല, കാർ തിരിച്ചെടുത്തോളാന്ന് അവൻ പറയണേ. കാശുള്ളവന്റെ ഓരോ വേദനകളെ. ഞാനായിരുന്നു ആ സെക്കൻഡ് വണ്ടി കൊടുത്ത് കാശ് മേടിച്ച് പോക്കറ്റിട്ട്. അതിന് നീയല്ലല്ലോ ഞാൻ. ഇത് എപ്പോഴും പറയണം. പപ്പാ, എന്താടാ? ഞാനിങ്ങനെ ന്യൂസിലൻഡ് പോകുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കുമായിരുന്നു. നീ രാവിലെ തമാശ പറയാണോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. നീ ന്യൂസിലൻഡിൽ പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓടും? എന്റെ പപ്പ ഇത് പോയി രക്ഷപ്പെടാൻ നോക്കണ ചക്ക. പിന്നെ നിങ്ങൾക്കത് പറയാം. തൽക്കാലം ഒരു ന്യൂസിലൻഡും വേണ്ട. ഹലോ, சொல்லுங்க. വീട്ടിലെ ആള് இருக்கு. ചെന്നാ പോതും. 2000 അത് ரொம்ப ജാസ്തി. 1500 നോ ബാർഗൈനിങ്. 1500 ഫൈനൽ. അഡ്രസ് വാട്സാപ്പിൽ ഞാൻ പറയാം. ഓക്കെ. ബേസി, ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ ആള് വരുന്നുണ്ട്. നീ ഇന്നൊന്ന് ഫ്രീ ആവണം. ഇന്ന് എനിക്കൊന്നും പറ്റത്തില്ല. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഇന്ന് പുതിയ സ്റ്റോക്ക് വരുന്ന ദിവസം ആയതുകൊണ്ടില്ലേ. ഒരു രക്ഷയില്ല. പണിയെങ്കിലേ, എനിക്ക് വേറെ പണിയില്ലാന്ന് വിചാരിക്കരുത്. കുറെ നാള് പുറകെ നടന്ന് ഇന്ന് വരാമെന്ന് സമ്മതിച്ചാണ്. ഇനിയിപ്പോ ഇന്ന് വന്നില്ലെങ്കിൽ എന്ന് വരാനാ? നീ ആ ന്യൂസിലൻഡിൽ പോകുന്ന കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടില്ല. എല്ലാം കൂടെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ശരി, ഞാൻ പൊക്കോളാം. എങ്ങോട്ട്? ന്യൂസിലൻഡില്ല. അല്ല, കക്കൂസ് കുടിപ്പിക്കാം. നീയേ വണ്ടി ഒന്ന് ഒതുക്കി. നീ നേരെ വിട്ടോ, ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് വിട്ടോളാം. അവന്മാര് 2000 ചോദിക്കും. 1500 കൊടുക്കാവൂ. താമ്പാ ഓട്ടോ കാശ് നീ കൊടുക്കണ. ഹലോ, അതെ, ഇന്നത്തെ അപ്പോയിന്റ്മെന്റ് നാളത്തേക്കാക്കാൻ പറ്റുമോ? Why didn't you give your name? I didn't feel like. I think you should also join. I'll have company. Sit. Is that beetroot? Can I taste? Why not? Tell your mom it's good.
My bro made it. Really? മോക്ക് സന്തൂർ വേണമെന്നല്ലേ പറഞ്ഞത്? അത് വേണ്ട. എന്റെ മാൻ എന്തെങ്കിലും വേണമെങ്കിലേ പപ്പാടത്ത് ചോദിച്ചാൽ മതി. വീട് പാപ്പ കൈ വേദനിക്കണ്. കൈ വിട്ടാലേ എന്റെ മോൻ വഴി തെറ്റിപ്പോവും. രാവിലെ ചേച്ചി വഴി തെറ്റിപ്പോന്ന് പറഞ്ഞ പോലെ. ആ വന്നേ വന്നേ, എല്ലാം ഓർത്ത് വെച്ചിരിക്കുക. என்ன சூசைட் அட்டம்ப்டா? ஆமாம். ஏன் நேற்று பிட்டடிச்சு மாட்டினாலே என்ன? ஏய் அதெல்லாம் ஒன்றும் இல்லை, சில்லி மேட்டர். பின்ன லவ் ஃபெயிலியர் ஏதாச்சும்? ஆமாம், லவ் ஃபெயிலியர். பட் ஐ தாட் யூ ஆர் சிங்கிள். சிங்கிளாக இருந்தா? சிங்கிளாக இருந்தா ஒன்றும் இல்லை. ஆ பா வாடா. அப்பா கூப்பிட்றாங்க. see you later. ബ്ലസ്സി, എന്താ? പപ്പ വിളിക്കണു, വാ. ആ വരുവാ. The classes will be on the weekends and the timings are listed on the brochure. Ah, All good? she was just asking about Harris's class. Oh, sorry, he won't be taking any classes. But don't worry, he'll be here every year for the workshop, so you can meet him then. Happy? നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? പപ്പ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു. കേട്ടില്ലല്ലോ? ഓരോരോ ഫ്ലെക്സ് വെച്ച് ആളെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. 2500 രൂപയെ ബേസി ഒരു മാസത്തെ LIC കാശാ. 5000 ആണെന്ന് പറഞ്ഞ അറ്റാക്ക് വന്നു. എന്താണ് അവിടെ കുശൂഷിക്കുന്നത്? അല്ല, അവളുടെ ഒരു ആഗ്രഹമല്ലേന്ന് പറഞ്ഞപ്പാ. ആഗ്രഹങ്ങൾ നടത്തി കൊടുത്ത് മോന്റെ കയ്യിൽ എത്രയുണ്ട് സേവിങ്സ്? അവിടെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിച്ചുപൊളിയുടെ ആശാട്ടിയല്ലേ. നിനക്കുണ്ടോടി സേവിങ്സ്? ഉണ്ട് ഏ ഉണ്ട്. എടി മണി പ്ലാന്റ് അല്ല, മണി. വേഴ്സ് മണി. ഓ, ഇതിനടി ഇങ്ങനെ കൈവച്ചേ. എന്താ ഇങ്ങനെ കൈവെക്ക ഇതിന്റെ അടിയില്. എന്റെ സേവിങ്സാ. ഇത്രയും സേവിങ്സ് എന്റെ കൊച്ചിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു? ഈ പരട്ടകളെ പോലെയാണ് കൊച്ചെന്നാ പപ്പ വിചാരിച്ചിരുന്നത്. കൊച്ചു മിടുക്കി, കണ്ടു പഠിക്കടാ. കൊച്ചിന്റെ മിസ്സാണല്ലോ. ഹലോ മിസ്. യെസ്, നോ, യെസ്. സോറി മിസ്, ഷീ വോണ്ട് റിപ്പീറ്റ്. ഓക്കെ. നീ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണോ അതോ പൈസ വെച്ച് ചെസ് കളിക്കാനാണോ? പൈസ വെച്ച് ചെസ് കളി. പിള്ളേരുടെ പാരന്റ്സ് കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നു. ഒട്ടും കുറയ്ക്കണ്ട. നാളെ മുതൽ സ്കൂളിൽ ചെന്ന് കുലുക്കി കുത്തും മുച്ചിട്ട് കളിയും തുടങ്ങും. അതാവുമ്പോ എനിക്ക് പിന്നെ പണിക്ക് പോകണ്ടല്ലോ. ഐ ഡോണ്ട് നോ കുലുക്കി കുത്ത്. നിന്നെ കേട്ടില്ലേ? കൊണ്ടുപോയി പഠിപ്പിച്ചു കൊടുക്കണം. അതും കൂടെ നിന്റെ ഹാരിസ് ജയരാജിന്റെ അടുത്ത്. ഹാരിസ് ജയരാജ് അല്ല, ഹാരിസ് വെങ്കട്ടരാമൻ. ഓ, ഏതവനാണെങ്കിലും മതി കളിയൊക്കെ. ദാ ഇനി ഞാൻ പറയാതെ ഈ ക്ലാപ്പ് എടുത്തു എന്നറിഞ്ഞാൽ അപ്പ കാണാൻ കളി. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പം തലേ കയറിയിരുന്ന് കളി.